എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള മാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇതിനു മുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം ഇന്നത്തെ ക്ലാസ്സിലും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലും LCM HCF എന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അത് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോകാം. എങ്കിൽ കൂടി അറിയില്ല, ജസ്റ്റ് എനിക്ക് ഇച്ചിരി അറിയാം, അതായത് കുറച്ചൊക്കെ അത്യാവശ്യം ഐഡിയ ഉണ്ട് എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കി പോയിക്കോ. എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വ്യത്യാസമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ LCM HCF എന്ന് വ്യത്യാസമുള്ള ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതായത് ബേസിക് ചോദ്യങ്ങൾ എടുത്തിട്ടില്ല. അത് നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകളിൽ മുന്നേയുള്ള ക്ലാസ്സുകൾ LGS ലെവലോ അല്ലെങ്കിൽ 10th പ്രിലിംസിൻ്റെയോ അല്ലെങ്കിൽ 10th മെയിൻസിൻ്റെ മറ്റുള്ള ക്ലാസ്സുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പ്ലേ ലിസ്റ്റിൽ തന്നെ അതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഭാഗം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ അടുത്ത് ചോദിച്ച ഒരു ടൈപ്പാണിത്. അപ്പോൾ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം, അധികം സംസാരമില്ല. അപ്പോൾ നോക്ക്, 0.15, 2.5, 0.75 എന്നീ ദശാംശ സംഖ്യകളുടെ ചെറു പൊതുഗുണിതം എത്ര എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ. എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ദശാംശ സംഖ്യകളുടെ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? കുറേ എഴുതിയിട്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ദശാംശ സംഖ്യകളുടെ എന്ത് കാണണം? ചെറു പൊതു ഗുണിതം എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. എന്താ കാണണ്ടേ? LCM. ദശാംശ സംഖ്യകളുടെ LCM ആണ് കാണേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്യാം നോക്ക്. ഈ 0.15, 2.5, 0.75 എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരെ LCM ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഘടകങ്ങളാക്കിയിട്ട് ചെയ്യുന്ന പരിപാടി അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും പേടിക്കേണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള ദശാംശ സംഖ്യകളെ നോക്കുക. അവയെ ആദ്യം എണ്ണൽ സംഖ്യകളായിട്ട് മാറ്റുക. ആദ്യം ആ ദശാംശ സംഖ്യകളെ നോക്കുക, എന്നിട്ട് അവയെ ആദ്യം എണ്ണൽ സംഖ്യകളാക്കിയിട്ട് മാറ്റുക. അതെങ്ങനെ മാറ്റാം? ഇവിടെ നോക്ക്, ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 2 ദശാംശ സ്ഥാനം അല്ലേ? ഇവിടെയോ? ഇവിടെ 1 ദശാംശ സ്ഥാനമേ ഉള്ളൂ. ഇവിടെ എത്രയുണ്ട്? 2 ദശാംശ സ്ഥാനമുണ്ട്. അപ്പോൾ എണ്ണൽ സംഖ്യകളാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 ദശാംശ സ്ഥാനം പോകണം, അല്ലെങ്കിൽ ഈ 1 ദശാംശ സ്ഥാനം പോകണം. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ദശാംശ സ്ഥാനം മാറ്റണം, ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഏതുകൊണ്ടായിരിക്കണം ഗുണിക്കേണ്ടത്? ഈ 2 ദശാംശ സ്ഥാനങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു സംഖ്യ കൊണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ വിട്ടോ. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള എടുക്കുക. എത്ര? 2 എണ്ണം. അപ്പോൾ 2 പൂജ്യമുള്ള സംഖ്യ, അതായത് 10ൻ്റെ കൃതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം, വേണ്ട. ഇവിടെ 2 ദശാംശ സ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 100 എടുക്കുക. 2 പൂജ്യം വേണം. ഇപ്പോൾ നോക്ക്, 3 ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 0.078 എന്നുള്ള ഒരു സംഖ്യ കൂടി ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണമായിരുന്നു? 3 ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ട് ഈ 2 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ നോക്ക്, ഇവിടെ 2 ദശാംശ സ്ഥാനം. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. എന്ന് ഗുണിച്ച് 0.15 100 കൊണ്ട് ഗുണിച്ചാൽ 15. അറിയാലോ. 2.5 100 കൊണ്ട് ഗുണിച്ചാൽ 25 ആണോ? 2.5 100 കൊണ്ട് ഗുണിച്ചാൽ 25 ആണോ? അല്ല. അവിടെയാണ് ഇതിൻ്റെ ട്രിക്ക്. അതായത് ട്രിക്കി ആവുന്നത്, ഈ ചോദ്യം ട്രിക്കി ആവാനുള്ള കാരണം ഈ 2.5 ആണ്. മറ്റു രണ്ടും എന്താണ്? 2 ദശാംശ സ്ഥാനം, ഇതൊരു ദശാംശ സ്ഥാനം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ 25 എന്ന് എഴുതും. പക്ഷേ എന്താണ്? 2.5 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 25 അല്ല കിട്ടുക, 250 കിട്ടുക. മറക്കരുത്, തെറ്റരുത്. ഇത് തെറ്റിയ ആളൊക്കെ മാർക്ക് പോവുള്ളൂ ഇതിൽ കേട്ടോ. അപ്പോൾ അടുത്തത് 0.75 100 കൊണ്ട് ഗുണിച്ചാൽ അവിടെ കൺഫ്യൂഷനൊന്നും വേണ്ട. എന്താണ്? 75 തന്നെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ LCM കാണാം. ഇതിൻ്റെ LCM കാണാൻ എത്ര കൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്ത് നോക്കാം. എല്ലാം 5 കൊണ്ട് പോകുന്നതാണ് അല്ലേ? 5 കൊണ്ട് ചെയ്താൽ ഇത് 3, 250 5 കൊണ്ട് ചെയ്താൽ 50 അല്ലേ? 75 5 കൊണ്ട് ചെയ്താൽ 15. ഇനി എത്ര കൊണ്ട് ചെയ്യാം? ഇനി 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്താൽ ഈ 3 ഇവിടെ തന്നെ നിൽക്കട്ടെ. 50നെ 5 കൊണ്ട് ചെയ്താൽ 10 എന്ന് കിട്ടി. 15നെ 5 കൊണ്ട് ചെയ്താൽ 3 എന്ന് കിട്ടി. ഇനി ആരെ കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. അപ്പം 3 കൊണ്ട് ചെയ്താൽ 3 കൊണ്ട് ചെയ്തു, 1 കിട്ടി. ഈ 10 അതുപോലെ നിൽക്കട്ടെ, ഇവിടെ 1 കിട്ടി. അപ്പോൾ ഇതിനെ എന്താണ്? ഇതിൻ്റെ LCM എത്രയാണ്? ഈ 15 250 75 എന്നതിൻ്റെ LCM എത്രയാണ്? LCM എത്രയാണ്? 5 ഗുണിക്കണം 3 ഗുണിക്കണം 10 കറക്റ്റ് അല്ലേ?
5 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഗുണിക്കണം 10. ഈ ഒന്നിനെ എഴുതണോ? വേണ്ട, ഒന്നിനെ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? ആ സംഖ്യ തന്നെ കിട്ടുക. അപ്പോൾ എന്താണ് 5 ഗുണിക്കണം 3 ഗുണിക്കണം 10. 5ന് 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 25. 25ന് 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 75. 75 ഗുണിക്കണം 10 750. LCM എത്ര കിട്ടി? 750. ഇത് കണ്ടിട്ട് ഇതാണ് ഉത്തരം എന്ന് വിചാരിച്ച് അടിക്കാൻ നിൽക്കുന്നു കഴിഞ്ഞാൽ എന്തായി? മാർക്ക് പോയി. അങ്ങനെ മാർക്ക് കളയാണ് ആർക്ക് വേണ്ടത്? PSCക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്തു എന്ന് ഓർക്കണം. നമ്മൾ ആദ്യം എണ്ണൽ സംഖ്യയാക്കി ദശാംശ സംഖ്യയെ എന്ത് കൊണ്ട്? 100 കൊണ്ട് ഗുണിച്ചുകൊണ്ട്, അല്ലേ? 100 കൊണ്ട് ഗുണിച്ചിട്ട് എന്താക്കി? നമ്മൾ ദശാംശ സംഖ്യേനെ എണ്ണൽ സംഖ്യയാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ LCM കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? അതേ 100 കൊണ്ട് ഹരിക്കണം. നമുക്ക് കിട്ടിയ LCMനെ ആ 100 കൊണ്ട് തന്നെ ഹരിക്കണം. ഇനിയിപ്പോൾ നമ്മളൊന്ന് 1000 കൊണ്ടാണ് ഗുണിച്ച് വെച്ചാലോ? നമ്മൾ എന്താണ് 1000 കൊണ്ട് തന്നെ ഹരിക്കണം. ഇനിയിപ്പോൾ 10 കൊണ്ടാണ് ഗുണിച്ച് വെച്ചാലോ? ആ 10 കൊണ്ട് തന്നെ ഹരിക്കണം. ആ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ 0 പോയി. അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറ്റി 1 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 7.50 കിട്ടിയില്ലേ? ഈ 0ന് വിലയുണ്ടോ? ഇല്ല. 7.5 അങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, വിട്ടേരെ. 750 ഹരിക്കണം 100. അപ്പോൾ എന്ത് ചെയ്തു? ഈ 0 വെട്ടിപ്പോയി. ബാക്കി 75/10 എന്നുണ്ട്. 75/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 അതേപോലെ എഴുതുക. എന്ത് ചെയ്യുക? ഒരു 0 ആണുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. എവിടെ നിന്ന് ഇടണം? വലത്തുനിന്ന് ഇടത്തേക്ക് കേട്ടോ. അത് മാത്രം മറക്കരുത്. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 7.5 ആണ്. സമയം എടുത്ത് പറയാനുള്ള കാരണം ഇതിൻ്റെ വേറെ മോഡൽ ഞാൻ ഇതിൽ പറയാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്. 0.26 1.3 0.52 എന്നീ ദശാംശ സംഖ്യകളുടെ HCF എത്ര? കഴിഞ്ഞ ചോദ്യവുമായി ആകെ ഒരൊറ്റ വ്യത്യാസം. എന്താണ്? HCF ആണ് ചോദിച്ചത്. കഴിഞ്ഞ ചോദ്യത്തിൽ LCM ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരെ എന്ത് നോക്കും? സെയിം പരിപാടിയാണ് കേട്ടോ. നോക്ക്, 2 സ്ഥാനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു സ്ഥാനമുള്ളൂ. ഇവിടെ 2 സ്ഥാനം മാറ്റിയിട്ടാണ് ദശാംശ സ്ഥാനങ്ങൾ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എണ്ണൽ സംഖ്യയാക്കണം. ഇപ്പോൾ 2 സ്ഥാനം ആയതുകൊണ്ട് എത്ര 0 ഉണ്ടാവും? 100 അല്ലേ? 2 0 ഉണ്ടാവും. എന്താ ചെയ്യേണ്ടേ? എണ്ണൽ സംഖ്യയാക്കാം, ഇതിനെ ഗുണിക്കുക. അപ്പോൾ 0.26 100 കൊണ്ട് ഗുണിച്ചാൽ 26 എന്ന് ലഭിക്കും. 1.3നെ 100 കൊണ്ട് ഗുണിച്ചാൽ 13 ആണോ? 13 ആണോ? അല്ല, 130 ആണ്. അതുപോലെ 0.52നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 52 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവയുടെ HCF നമ്മൾ കണക്കാക്കണം. കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? പറയുന്നത് കിട്ടുന്നില്ലേ? അപ്പോൾ ഇനി പറ, ആദ്യം എത്ര കൊണ്ട് ചെയ്യാം? ഇതൊക്കെ ഇരട്ട സംഖ്യകളാണ്, അതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 26ന്റെ പകുതി 13, 130ന്റെ പകുതി 65 അല്ലേ? 65 അല്ലേ? എങ്ങനെ കിട്ടും? 120ന്റെ പകുതി 60, 10ന്റെ പകുതി 5, 65 കിട്ടി. ഇനി അടുത്ത 52ന്റെ പകുതി 26. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനിയും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാൻ ഏതുകൊണ്ട് ചെയ്യാം? 13 കൊണ്ട് ചെയ്യാം. 13 കൊണ്ട് ചെയ്യാൻ 1 13. അപ്പോൾ അതുപോലെ 65 ആണെങ്കിൽ 5 13 65 ആണ്. അതുപോലെ 26 ആണെങ്കിൽ 2 13 26 ആണ്. ഇനി ചെയ്യാൻ പറ്റുമോ? HCF ആണ് കാണേണ്ടത് അല്ലേ? എന്താണ് നമുക്ക് കാണേണ്ടത്? HCF ആണ് കാണേണ്ടത്. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആരുണ്ട്? 2 × 13. അത് മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ട് 2 ഗുണിക്കണം 13. എത്രയാണ് നമ്മുടെ ഉത്തരം? 26. നേരെ പോയിട്ട് 26 അടിച്ചാൽ ഉത്തരം കറക്റ്റ് ആവുമോ? ഇല്ല. എന്താണ് പ്രശ്നം? എന്താണ്? നേരത്തെ ചെയ്താൽ തന്നെ ഇവിടെ നമ്മൾ 100 കൊണ്ട് ഗുണിച്ച് എണ്ണൽ സംഖ്യ ആക്കിയിട്ടുണ്ട്. അതിനെ തിരിച്ചെന്താക്കണം? ദശാംശ സംഖ്യ ആക്കണം. അതിന് എന്ത് ചെയ്യണം? ആ ഗുണിച്ച 100നെ കൊണ്ട് തന്നെ ഹരിക്കുക. 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക വലത്തുനിന്ന് ഇടത്തേക്ക്. 1 2 പോയിന്റ്. അപ്പോൾ 0.26 ആണ് എന്ത്? നമ്മുടെ HCF. ആരുടെ? 0.26, 1.3, 0.52 എന്നീ സംഖ്യകളുടെ HCF ആണ് എന്ത്? 0.26. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. 200നും 1200നും ഇടയിൽ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ചോദ്യം ഒന്നും കൂടി നോക്കിക്കോ. 200നും 1200നും ഇടയിൽ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? LCMും സമാന്തര ശ്രേണിയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റൊരു രീതി എന്ന് പറയുമ്പോൾ അവിടെ LCMും ഹരിക്കാൻ അറിയോ എന്നുള്ളതുമാണ് നോക്കുന്നത്. ഓക്കെ,
ഹരിക്കാൻ അറിയില്ല എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് സിമ്പിൾ കേട്ടോ. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന, നിങ്ങൾ നോക്ക്, ഒരു 90% നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുമായി ബന്ധപ്പെടുത്തിയിരിക്കും? എൽസിയമായി ബന്ധപ്പെടുത്തിയിരിക്കും കേട്ടോ. അതൊക്കെ ഒരു കീവേഡായിട്ട് ഓർത്ത് വെച്ചോ. 4, 5, 6ൻ്റെ എന്ത് കാണുക? എൽസിയം കാണുക. അപ്പം നോക്കിക്കേ, 4, 5, 6 ഇതിൻ്റെ എൽസിയമാണ് കാണേണ്ടത്. ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട സംഖ്യകളാണ് കേട്ടോ. 4, 5, 6ൻ്റെയൊക്കെ എൽസിയം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര? 60 വരിക. എന്നാൽ നമുക്ക് ചെയ്യാം. എങ്ങനെ? 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 2, 5, 3. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3. ഇതാണ് ഇതിൻ്റെ എൽസിയം. അപ്പോൾ നോക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് 2നെ 5നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനാദ്യം മാറ്റി നിർത്തുക. കാരണം 2 ഗുണിക്കണം 5 10 അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മറ്റുള്ളവയൊക്കെ ഗുണിച്ചിട്ട് ഒരു 0 കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. 2 ഗുണിക്കണം 3 എത്രയാ? 6. ഇനി എന്താണ്? ഈ 10ൻ്റെ 0 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പെട്ടെന്ന് ഗുണിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്ത എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് 200നും 1200നും ഇടയിലുള്ള സംഖ്യകളല്ലേ? അതായത് എന്താണ്? അപ്പോൾ 1200ന് താഴെയുള്ള 60ൻ്റെ ഗുണിതങ്ങളും അതുപോലെ 200ന് താഴെയുള്ള, അതായത് 200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങളും, അങ്ങനെയാണ് നോക്കേണ്ടത്. 200ന് താഴെയുള്ള എന്നല്ല, 1200ന് താഴെയുള്ള 60ൻ്റെ ഗുണിതങ്ങൾ. കാരണം ഇടയിൽ നിന്ന് വന്നുകൊണ്ടാണ്. 200നും 1200നും ഇടയിൽ, ആ വാക്ക് ശ്രദ്ധിക്കുക. 200നും 1200നും ഇടയിൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? 1200ന് താഴെയുള്ള 60ൻ്റെ ഗുണിതങ്ങളും അതുപോലെ 200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങളും. ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ നിൽക്കുമോ? ഓർമ്മയിൽ നിൽക്കണം കേട്ടോ. എന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക, ഒരു തവണ കൂടി ശ്രദ്ധിക്ക്, തെറ്റരുത്. 200നും 1200നും ഇടയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1200ന് താഴെയുള്ള 60ൻ്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ എൽസിയമിൻ്റെ ഗുണിതങ്ങൾ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 200 വരെയുള്ള, അതിൽ 200 ഉൾപ്പെടാം. ഓക്കെ ആണല്ലോ? 200ഉം അവിടെ ഉൾപ്പെടാം. 200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ എൽസിയമിൻ്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, ചെയ്യാൻ പോവാണ്. 1200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ കാണാം. 1200നെ 60 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? പറ്റും അല്ലേ? 2. അപ്പോൾ ഇവിടെ 120 വന്നു. 0, 0, ഇവിടെ ഒരു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. അതെന്താ? 1200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങളാണ് എന്ത്? 20. എന്താണ്? 1200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങളാണെന്ത്? 20. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? 1200ന് താഴെയുള്ളതാണ് വേണ്ടത്. കാരണം 1200 നമ്മളിതിൽ പെടില്ല. നമ്മൾ ലാസ്റ്റത്തെ സംഖ്യ എത്ര വരെ വരാം? 1199 വരെ വേണേൽ വരാം. പക്ഷേ എന്ത് വരാൻ പാടില്ല? 1200 വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും? 20ന്ന് 1 കുറയ്ക്കണം. അതായത് ഈ 1200 ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ഗുണിതങ്ങളുണ്ട് അവിടെ? 19 ഗുണിതങ്ങൾ. എത്ര വരെ? 1200ന് താഴെ എത്ര ഗുണിതങ്ങളുണ്ട്? 19 ഗുണിതം. എടാ കിട്ടിയോ? ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇത്ര കൺഫ്യൂഷനാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കിട്ടി കാണണം കേട്ടോ. അപ്പോൾ നോക്കി, ഞാൻ ഇത് ശരിക്കും ഇതിൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണേ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത എന്താ കാണണ്ടേ? 200 വരെയുള്ള, അവിടെ ആര് വരും? 200 വരും. അതിൽ 200ന് പെടുത്താം കേട്ടോ. 200 വരെയുള്ള. അപ്പോൾ 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 3, 360, 180 കേട്ടോ. അപ്പോൾ ഇനി താഴത്തേക്കൊന്നും ചെയ്യുന്നില്ല. എവിടെ? 3. അത് എത്ര വരെയുള്ള? 200 വരെയുള്ള, അതിൽ 3 എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1200ന് താഴെയുള്ള 60ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 19. 200 വരെയുള്ള 60ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 3. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 19ൽ നിന്ന് ഈ 3 കുറച്ചാൽ മതി. അപ്പോൾ എത്ര? 16. ഇതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ചോദ്യമാണ്. ഞാനിത് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിക്കോട്ടോ, ഒരു തവണ കൂടി ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ ചെയ്യാമെന്ന് മാത്രം ഇനി പറയാം. ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്താണ്? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കണ മാതിരി പറയുക ഞാൻ. ഇനി നോക്ക്, ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ ഇത് ചെയ്യും നോക്കാം. ഫസ്റ്റ് തന്നെ ചോദ്യം വായിക്കുക. 200നും 1200നും ഇടയിൽ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? നേരെ മനസ്സിലായ എന്ത്? 4, 5, 6ൻ്റെ എൽസിയം 4, 5, 6. നേരെ എൽസിയം കാണാം. എൽസിയം എത്രയാ? 60. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല. അപ്പോൾ 4, 5, 6 എഴുതുക. അപ്പോൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ചെയ്യാം. 2, 5, 3. നേരെ ഗുണിക്കുക. നേരെ ഗുണിച്ചാൽ 2 × 2 4, 4 × 5 എത്രയാ? 4 × 5
20 20×3 60. നേരെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടി എൽസ്യം. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? 1200 ഹരിക്കണം 60 ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 20 എന്ന് കിട്ടി. 1200-നെ 60 കൊണ്ട് ഹരിച്ചു 20 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് എന്ത് പറ്റില്ല? ഈ 1200-നും ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് 20 എണ്ണം 1200-നെ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര ഗുണിതങ്ങളുണ്ട്? 19 ഗുണിതങ്ങളുള്ളൂ. കാരണം ഈ 20-ന്ന് 1200 പോയി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? 200 വരെയുള്ള 60-ൻ്റെ ഗുണിതങ്ങൾ നോക്കണം. അപ്പോൾ ചെയ്തപ്പോഴോ 3 എണ്ണം 3 6 18 180. അപ്പോൾ ശിഷ്ടമുള്ളതൊന്നും നോക്കണ്ട. ഇവിടെ എത്രയാണ് ഹരണഫലം എന്നുള്ള മാത്രം നോക്കിയാൽ മതി. 3 ആണ്. ആ 3 ഇവിടെ 19. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര? 19 13 തമ്മിലുള്ള വ്യത്യാസം 16. ഇതായിരിക്കും ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. 7 പേനയ്ക്ക് 60 രൂപ എന്ന നിലയിൽ വാങ്ങിയ പേന 10 പേനയ്ക്ക് 90 രൂപ എന്ന നിരക്കിൽ വിറ്റ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ചോദ്യമാണ്. നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ചെയ്യണം. നമ്മളോട് പറഞ്ഞു എന്താണ്? 7 പേനയ്ക്ക് 60 രൂപ, അതായത് എണ്ണം തന്നു, പ്രൈസ് തന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? അടുത്തത് വീണ്ടും എന്ന നിലയിൽ വാങ്ങി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ്? എണ്ണം തന്നു, പ്രൈസ് തന്നു. എന്നിട്ട് അതെന്താ? വിറ്റു എന്നും പറഞ്ഞു. അപ്പോൾ ലാഭശതമാനം എത്രയാണെന്ന് ചോദിച്ച്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എണ്ണം ഒരു ടേബിൾ പോലെ ചെയ്യാറുണ്ട് അല്ലേ? എണ്ണം എന്ന് എഴുതി, അതുപോലെ അടുത്തെന്ത് എഴുതി? രൂപ എന്നും എഴുതി. ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് 7 പേനയ്ക്ക് 60 രൂപ എന്ന നിലയിൽ വാങ്ങിയ പേന അല്ലേ? അപ്പോൾ എണ്ണം എത്രയാണ്? 7 60 രൂപ. എത്ര രൂപ? 60. അതുപോലെ എഴുതാം. 7 പേന 60 രൂപ എഴുതിയേക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നേരെ നോക്ക്. 10 പേനയ്ക്ക് 90 രൂപ. അപ്പോൾ അടുത്ത എന്താ? 10 പേനയുടെ എണ്ണം. അതിനെത്രയായി? 90 രൂപയായി. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? നേരെ ക്രോസ് ഗുണിക്കുക. കിട്ടുന്നുണ്ടല്ലോ? ചെയ്ത് മനസ്സിലായല്ലോ? അത് ഗുണിച്ചിട്ടൊന്ന് എഴുതിക്കേ. 60 × 10 എത്രയാ? 600. കറക്റ്റ് അല്ലേ? 7 × 9 9 7 63. അപ്പോൾ എന്താ? ഒരു 0 കൂടി 630. ഈ എഴുതിയേക്കണം. മനസ്സിലായല്ലോ? ഇതിലാദ്യമുള്ളത് വാങ്ങിയ വിലയും രണ്ടാമതുള്ളത് അപ്പോൾ എന്തായിരിക്കും? വിറ്റ വിലയുമായിരിക്കും. ആദ്യത്തെ കോസ്റ്റ് പ്രൈസും രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസും ആയിരിക്കും. സോ കാര്യം കിട്ടിയല്ലോ. ക്രോസ് ഗുണിച്ച് മനസ്സിലായല്ലോ? എണ്ണം രൂപ എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം പേനയുടെ എണ്ണം എഴുതുക, അതിന് എത്ര റുപ്യാണെന്ന് എഴുതുക. അടുത്ത പേനയുടെ എണ്ണം എഴുതുക, വിൽക്കുമ്പോൾ ഉള്ളത് എഴുതുക, അതിന് എത്ര റുപ്യാണെന്ന് എഴുതുക. എന്നിട്ട് നേരെ ക്രോസ് ഗുണിക്കുക. ക്രോസ് ഗുണിച്ചിട്ട് 60 × 10 600, 7 × 90 630. അപ്പോൾ ആദ്യമുള്ളത് എന്തായിരിക്കും? വാങ്ങിയ വിലയായിരിക്കും. രണ്ടാമതുള്ളത് വിറ്റ വിലയായിരിക്കും. ഇനി നിങ്ങൾക്കറിയാലോ, വാങ്ങിയ വിലയും വിറ്റ വിലയും തന്നാൽ ശതമാനം കാണാൻ എന്താ ചെയ്യണ്ടേ? അതും പറയണോ? മേലെന്തെഴുതണം? വ്യത്യാസം അല്ലേ? വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം ഹരിക്കണം. താഴെ എപ്പോഴും എന്താ വരിക? വാങ്ങിയ വില ശതമാനത്തിലേക്ക് ആക്കണം. അതിനു വേണ്ടി 100 ഗുണിക്കണം 100. വ്യത്യാസം എത്ര? 630-ഉം 600-ഉം തമ്മിലുള്ള വ്യത്യാസം 30. ഇനി അത് എഴുതണോ ഞാൻ? വേണ്ടല്ലോ. 630 60 തമ്മിലുള്ള വ്യത്യാസം 30 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഏതാ? 600 അല്ലേ? 600 ഗുണിക്കണം 100. ഓക്കെ, ഈ 2 0 വെട്ടിപ്പോയി, ഈ 2 0 വെട്ടിപ്പോയി. 30/6 എത്രയാ? 5% ലാഭം. 5% ലാഭമാണ് നമുക്ക് ലഭിച്ചത്. കിട്ടിയല്ലോ? ഇത് നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് നിർത്തുന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭിന്നസംഖ്യ എന്നുള്ളൊരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. 1 കുറയ്ക്കണം 1/3, 1 കുറയ്ക്കണം 1/4. ഇതൊക്കെ ഗുണിക്കണം എന്നാട്ടോ അതിൻ്റെ ഉള്ളിൽ വരിക. ഗുണിക്കണം 1 കുറയ്ക്കണം 1/5 എക്സെട്ര. ഗുണിക്കണം 1 കുറയ്ക്കണം 1/30ൻ്റെ വില എത്ര? എന്ത് ചെയ്യും? ജസ്റ്റ് നോക്ക്. ഇതാദ്യം ഈ ഭിന്നസംഖ്യ, അതായത് ഒരു സംഖ്യകളുണ്ടല്ലോ, ഇത് സാധാ സംഖ്യ, ഒരു ഭിന്നസംഖ്യയുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അത് ചെയ്യണം. 1 കുറയ്ക്കണം 1/3 ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഇതേ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 × 1 ആദ്യം ഗുണിക്കുന്നു 3. അതിന് എന്ത് ചെയ്യണം? 1 കുറയ്ക്കണം. അപ്പോൾ 3 1 പോയാൽ 2. അപ്പോൾ അത് എത്രയായി? 2/3 ഗുണിക്കണം. അതേപോലെ ഇത് ചെയ്താൽ എത്ര കിട്ടുക? 4 ഗുണിക്കണം 1, അത് 1 പോയാൽ 3, 3/4 ഗുണിക്കണം. അടുത്ത എത്രയായിരിക്കും? അപ്പോൾ
4/5. അടുത്ത എത്രയായിരിക്കും 5/6. അങ്ങനെ പോയി അവസാനം എന്തേ 30 ഗുണിക്കണം 1 -1 എത്ര 30 ഗുണിക്കണം 1 30 -1 29 ഡിവൈഡഡ് ബൈ 30 ഇപ്രകാരം വന്ന് നിൽക്കും. അപ്പോൾ ഇത് നോക്ക് നിങ്ങൾ, ഇതൊക്കെ ഗുണിക്കണം എന്നാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും കാര്യം. ദേ ഇതും വെട്ടി, ഇതും വെട്ടി, അങ്ങനെ വെട്ടി ലാസ്റ്റ് 29 വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി ആരുണ്ടാവും? 2/30 മാത്രം ബാക്കിയാവും. 2/30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിച്ചെറുതായി കൂടെ 1/15. നമ്മുടെ ഉത്തരം അപ്പം എത്രയായിരിക്കും? 1/15 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയണത്. ഇതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള ക്ലാസ് വേറെ ഉണ്ട് കേട്ടോ, അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാനിതിൻ്റെ താഴെ അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാതിരി ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇതിൻ്റെ സെയിം മോഡൽ ചോദ്യം തന്നെയാണ്. 1 കുറയ്ക്കണം 1/2 ഗുണിക്കണം 1 കുറയ്ക്കണം 1/3 അങ്ങനെ പോയിട്ട് 1 കുറയ്ക്കണം 1/49 വില എത്ര? ഈ ചോദ്യം നിങ്ങൾ ചെയ്യും കേട്ടോ. ഈ ചോദ്യം നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ പറയാം. എന്താണ് 1 കുറയ്ക്കണം 1/2 ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം ഇത് ചെയ്യുക. 2 × 1 2, അതിൽ നിന്ന് 1 പോയാൽ 1/2 അല്ലേ? താഴെ 2 ഗുണിക്കണം 1 വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1 - 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/1 കുറയ്ക്കണം 1/2 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ക്രോസ് ഗുണിക്കുകയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ 2 ഇവിടെ വന്നു, ഇവിടെ -1 വന്നു. 2 × 1 2, 1 × 1 -1 ഡിവൈഡഡ് ബൈ താഴെ ഛേദങ്ങൾ അതുപോലെ ഗുണിക്കുക. 1 ഗുണിക്കണം 2 2 അങ്ങനെ എഴുതണം നമ്മൾ 1/2 എന്ന് കേട്ടോ. ഇനി അതൊന്നും നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെയിൻസ് ഉണ്ടാവില്ല, അതൊന്നും അറിയില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത എത്ര വരിക? 2/3. അടുത്ത എത്ര വരിക? 3/4. അടുത്ത എത്ര വരിക? 4/5. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കാര്യം കിട്ടുന്നില്ലേ? 1 ഗുണിക്കണം 5 5 -1 4 4/5 അങ്ങനെ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എത്ര വരെ വരും? അത് 49 × 1 എത്രയാ? 49 -1 അപ്പോൾ എത്രയാ? 48 ഡിവൈഡഡ് ബൈ 49 അല്ലേ? ഇത്രയാണ് വരിക. അപ്പോൾ ഇനി ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങളിതിൻ്റെ ഉത്തരം എത്ര വരിക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 1 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. 1 എഴുതുക, എന്നിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഉത്തരങ്ങൾ ഇപ്പോൾ എല്ലാവരും കുറേ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നോ നിങ്ങൾക്ക് മനസ്സിലായി എന്നോ പറയുന്നതിനെക്കാട്ടിലും എനിക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുമ്പോൾ അതാണ് കേട്ടോ. കമൻറ്റ് ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. കഴിഞ്ഞ ചോദ്യങ്ങളിൽ 1 കുറയ്ക്കണം 1/3, 1 കുറയ്ക്കണം 1/2 അത് പ്രകാരമായിരുന്നു. എന്നിട്ട് എന്താണ്? കൂടി പോവുമായിരുന്നു. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 1/2 1/3 1/4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ? 1 കൂട്ടണം 1/3 ആണ്. എന്താണ്? 1 കൂട്ടണം 1/3 ആണ്. എന്ത് ചെയ്യണ്ടേ? 1 കൂട്ടണം 1/3 ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ 1 ഗുണിക്കണം 3 എത്രയാ? 3 +1 +1 അപ്പോൾ എത്രയാ? 4/3. ജസ്റ്റ് ഞാനൊന്ന് പറയാം കേട്ടോ. 1 കൂട്ടണം 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് 1/1 കൂട്ടണം 1/3 എന്നാ. അപ്പോൾ എന്താണ്? നേരെ ക്രോസ് ഗുണിക്കണു. 3 ഗുണിക്കണം 1 3, ഈ പ്ലസ് അതേപോലെ എഴുതാം. പ്ലസ് ഈ 1 ഗുണിക്കണം 1 ഡിവൈഡഡ് ബൈ 3 ഗുണിക്കണം 1 അപ്പോൾ 3. ഇതിനെയാണ് നമ്മൾ നേരെ 4/3 എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. ആ പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ നിങ്ങളാവണം കേട്ടോ. നമുക്ക് പരീക്ഷയ്ക്ക് സമയമില്ലല്ലോ. അപ്പോൾ ഇനി ഗുണിക്കണം. ഇവിടെ അടുത്ത് നോക്ക്. 4 ഗുണിക്കണം 1 4 +1 5 ഡിവൈഡഡ് ബൈ 4. 4 ഗുണിക്കണം 4 ഒന്നുമില്ലല്ലോ ഗുണിക്കാൻ. അപ്പോൾ അങ്ങനെ അടുത്തപ്പോൾ എത്രയാ? 5 ഗുണിക്കണം 1 5 +1 6 ഡിവൈഡഡ് ബൈ 5. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? അടുത്തത് 7/6 ആയിരിക്കും. അടുത്ത എത്രയായിരിക്കും? ഈ രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 8/7 ആയിരിക്കും. ഗുണിക്കണം. അങ്ങനെ പോയി അവസാനം 30 × 1 30 +1 31 ഡിവൈഡഡ് ബൈ 30 എന്നുള്ള രീതിയിലെത്തി നിൽക്കും. അപ്പം നോക്കിക്കേ, നേരത്തെ നമ്മൾ താഴെയും മേലെയും വെച്ചിട്ടാണ് വെട്ടിയത്. ഇവിടെ നേരെ മേലെയും താഴെയും.
ഈ 4 വെട്ടിപ്പോയി, ഈ 5 വെട്ടിപ്പോയി, ഈ 6 വെട്ടിപ്പോയി, 7 വെട്ടിപ്പോയി. അപ്പോൾ ഇത് വെട്ടാൻ സുഖത്തിന് ഇങ്ങനെ ഓർത്താൽ മതി. ഇതേ പ്ലസ് ആകുമ്പോൾ അതെ ഇങ്ങനെ വെട്ടിയാൽ മതി. മൈനസ് ആകുമ്പോൾ ഇങ്ങനെയും, പ്ലസ് ആകുമ്പോൾ ഇങ്ങനെയും വെട്ടിയാൽ മതി. അങ്ങനെയൊന്നും പഠിക്കണ്ട കേട്ടോ, നിങ്ങൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അങ്ങനെ വെട്ടി എങ്ങനെ പോവും. അപ്പോൾ അങ്ങനെ വെട്ടി ലാസ്റ്റ് ദേ ഈ 30 പോയി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബാക്കി എത്രയുണ്ട്? മേലെ 31 ഉണ്ട്, താഴെ 3 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം 31 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതായിട്ട് വരും. 31 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതായിട്ട് വരും. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 1 കൂട്ടണം 1/2, 1 കൂട്ടണം 1/3. സെയിം ചോദ്യം. ഞാൻ ഈ ചോദ്യം കൂടി ഒന്ന് പറയാം കേട്ടോ. എങ്ങനെ ചെയ്യും? 2 ഗുണിക്കണം 1, 2 പ്ലസ് 1 3, 3/2 ഗുണിക്കണം 3 ഗുണിക്കണം 1 പ്ലസ് 1 എത്രയാ? 4 അല്ലേ? 4/3 ഗുണിക്കണം 4 ഗുണിക്കണം 1 പ്ലസ് 1 അപ്പോൾ എത്രയാ? 5/4. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? അടുത്തത് 6/5. അടുത്ത എത്രയായിരിക്കും? 7/6. അങ്ങനെ പോയി അവസാനം 49 ഗുണിക്കണം 1 എത്രയാ? 49 പ്ലസ് 1 എത്രയാ? 49നോട് 1 കൂട്ടിയാൽ 50 ഡിവൈഡഡ് ബൈ താഴെ 49 തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കേ, 3 ഇങ്ങനെ വെട്ടി, 4 ഇങ്ങനെ വെട്ടി, 5 ഇങ്ങനെ വെട്ടി, 6 ഇങ്ങനെ വെട്ടി, 7 ഇങ്ങനെ വെട്ടി, അങ്ങനെ പോയി 49 ഇങ്ങനെ വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി ആരുണ്ട്? 50 മേലെയുണ്ട്, താഴെ ആരുണ്ട്? ദേ ഇവിടുത്തെ 2 കിടപ്പുണ്ട്. ഓക്കെ, ഇവിടുത്തെ 2 കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം 50/2. എത്ര 50/2? 25. 50/2 25. നമ്മുടെ ഉത്തരം 25. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇത്രയും സമയത്തിന് നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മാത്രം നോക്കുക. എത്ര? ഇപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് മാത്രം നോക്കിയിട്ട് 2 × 1 2 പ്ലസ് 1 3, 3/2 അത് ചെയ്തില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? ഇതൊന്നും ചെയ്യണ്ട. ഈ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് കൂടി പോണേ 1 പ്ലസ് 1/2, 1 പ്ലസ് 1/3 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 പ്ലസ് 1/3 തുടങ്ങിയാലും കുഴപ്പമില്ല, 1 പ്ലസ് 1/4 തുടങ്ങിയാലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തത് നോക്കുക. ലാസ്റ്റത്തത് ശരിക്കും അത്ര എഴുതണ്ട, എന്നാലും ഞാൻ ജസ്റ്റ് തെറ്റായിരിക്കാൻ വേണ്ടി പറയണതാണ്. അപ്പോൾ ലാസ്റ്റത്തെ എഴുതുക. എത്ര? 49 × 1 49 പ്ലസ് 1 50/2. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? അത് ഇങ്ങനെയാണ് പോണതെന്നുള്ള കാര്യം ഓർക്കുക. പ്ലസ് ആണെങ്കിൽ ഇങ്ങനെയാണ് പോണത്. അപ്പോൾ എന്ത് ലാസ്റ്റ് ഉണ്ടാവുക? 50/2. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ 25 എന്ന് കിട്ടും. ഇങ്ങനെ ഷോർട്ടായിട്ട് ഓർത്ത് വയ്ക്കാം. പക്ഷേ എപ്പോഴും ഇത് പഠിച്ചിരിക്കുന്നതാണ് എന്ത് നമ്മളെ തടിക്ക് നല്ലത്. നമ്മുടെ തലച്ചോറ് എപ്പോഴും നമുക്ക് പണി തരാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് എപ്പോഴാണ് ഇത് മറന്നു പോകാനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കാര്യം നിങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഷോർട്ട് കട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 64 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ ഈക്വൽ ടു 20x ആയാൽ എക്സിൻ്റെ വില എത്ര? മുൻവർഷ ചോദ്യമാണ്. എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഈ 64 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? ഈ 64ൻ്റെ സ്ക്വയറൊന്നും നമ്മൾ ഗുണിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വേറെ എന്തോ സാധനമാണ്. ആ സാധനം എന്ന് പറയുന്നത് നമ്മളെല്ലായ്പ്പോഴും പറയുന്ന എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന സാധനമാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നിർബന്ധമായും അറിഞ്ഞിരിക്കണം, പഠിക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ ആണല്ലോ? അപ്പോൾ എ എത്രയാ? 64. ബി എത്രയാ? 36. ഞാൻ എഴുതട്ടെ, ഇത് എഴുതട്ടെ. 64 പ്ലസ് 36. ഇതിന് പകരം എഴുതുകയാണ് കേട്ടോ. ഗുണിക്കണം 64 മൈനസ് 36 സമം 20x. എഴുതിയിരിക്കണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ 64 സ്ക്വയർ മൈനസ് 36 സ്ക്വയറിന് വരെ ഞാൻ എന്തെഴുതി? 64 പ്ലസ് 36 ഗുണിക്കണം 64 മൈനസ് 36. കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ, ആ ഫോർമുല അറിഞ്ഞിരുന്നാൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലാതെ 64 സ്ക്വയർ എഴുതിയിട്ട് ചെയ്യോ? സമയമില്ല. അപ്പോൾ നോക്കുക, 64 പ്ലസ് 36 അത് കാണുമ്പോഴേ അറിയാം അതെന്താ? 100 ഗുണിക്കണം 64 36 പോയാൽ 28 സമം 20x. ഇനി ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് എന്താണ്? എക്സ് ആണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എക്സ് ആണ്. അപ്പോൾ 20 എങ്ങോട്ട് വരണം? ദേ ഇപ്പുറത്തോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ.
അപ്പോൾ എക്സ് സമം 100 ഗുണിക്കണം 28. ഇവിടെ ഗുണിക്കണം എക്സ് ആണ്, 20 ഗുണിക്കണം എക്സ് ആണ്. അപ്പോൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം 20 എന്നായിട്ട് മാറും. അപ്പോൾ വെട്ടിപ്പോയാൽ ഈ 0 വെട്ടാം, 28ഉം ഈ 2ഉം വെട്ടാം. അപ്പോൾ 28ൻ്റെ പകുതി 14. അപ്പോൾ 14 ഗുണിക്കണം 10 140 എന്ന് കിട്ടും. എക്സിൻ്റെ വില എത്രയാണ്? 140 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആ ചോദ്യം നിങ്ങൾ ചെയ്യുക, കമൻ്റ് ഇടുക. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകളും കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ടഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ LGSൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങൾ അതിൽ തന്നെ കിട്ടും കേട്ടോ. ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങൾ കുറേയൊക്കെ LGS ലെവലിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അല്ലെങ്കിൽ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകളൊന്ന് കണ്ടുനോക്ക് കേട്ടോ. LGSൻ്റെ ക്ലാസ്സുകൾ എന്തായാലും വളരെ ഉപകാരപ്പെടും. ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും, അത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപോയിക്കോ. അതെന്തായാലും കുറേ ചോദ്യങ്ങളുണ്ട്, ഒരേ മോഡൽ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ തലയിൽ കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇനി മറ്റുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി നേടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.